ശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് ചാത്തൻ എന്നാക്കി മാറ്റിക്കളാണ്. ചാത്തൻ 19-20 നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികൾ വേദോസത്തിലെ സാത്താനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ്. അപ്പൊ ശാസ്താവ് ശാസ്താവായി, ശാസ്താവ് പിന്നെ ശാസ്ത്രനായി, ശാസ്ത്രൻ പിന്നെ ചാത്തനായി. ചാത്തൻ ഇങ്ങനെയാണ് ചാത്തനോട് ഉൾപ്പെട്ടുള്ള പ്രദേശങ്ങളൊക്കെ കിട്ടിയത്. ബുദ്ധമതം അടിച്ചമർത്തിയപ്പോൾ ഈ ബുദ്ധമതത്തിന്റെ ആരാധനാ വിശ്വാസമായി ആ വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. മുൻ DGP അലക്സാണ്ടർ സാറാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ നമ്മൾ ഹിന്ദുക്കൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അയ്യപ്പനെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുക്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഈ വീഡിയോയിൽ അദ്ദേഹം അയ്യപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, ശാസ്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന 18 മലകളുടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാലഭൈരവനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ ഹിന്ദുക്കൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ശാസ്താവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ശാസ്താവ് ഇവിടെ നിന്ന് ഇവിടേക്ക് വന്ന കാലഭൈരവർ, കളബ്രർ എന്ന കലൈവർ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മനുഷ്യൻ്റെ എഴുതി വയ്ക്കപ്പെട്ട ചരിത്രത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. ഭാരതീയമായിട്ടുള്ള ഈശ്വരീയ സങ്കല്പങ്ങൾ എന്ന് പറയുന്നതിന് അതിന് ഈ ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടത്തിലല്ല അതിൻ്റെയൊക്കെ പ്രാധാന്യം തുടങ്ങുന്നത്. നമ്മുടെ ഏത് ഈശ്വരീയ സങ്കല്പത്തിന് മുമ്പേ ഭൂമി ഉണ്ടായിരുന്നു, ജലമുണ്ടായിരുന്നു, പഞ്ചഭൂതങ്ങളുണ്ടായിരുന്നു, അതുപോലെ ശബ്ദവും പ്രകാശവും ഉണ്ടായിരുന്നു, അതിനൊക്കെ ശാസ്ത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ കാണുന്നത്. നമ്മുടെ ഈശ്വരീയ സങ്കല്പങ്ങൾ മനുഷ്യരല്ല, പ്രകൃതിയിലെ ശക്തിയെ, ഊർജത്തെ നമ്മൾ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ശക്തികൾ 5 തരമാണ്. അതിനെ ഒരു ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വായുവിൻ്റെ ശക്തിയുണ്ട്, ജലത്തിൻ്റെ ശക്തിയുണ്ട്, അഗ്നിയുടെ ശക്തിയുണ്ട്, സ്പേസ് എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന സ്പേസിൻ്റെ ഒരു ധർമ്മമുണ്ട്. അതുപോലെ ഈ എർത്തി മാറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്ന, അപ്പോൾ അതിനകത്തും ഇതിലെല്ലാം പ്രപഞ്ച ചൈതന്യമുള്ളതായിട്ട് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈശ്വരീയമായിട്ട് അതിനെ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാമാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മളെ മാത്രമല്ല, സകല പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഇനി പഞ്ചഭൂതങ്ങളുടെ തന്നെ സ്വഭാവത്തിന് കാലാവസ്ഥയുമായിട്ടും ഒക്കെ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈശ്വരീയ ശക്തികളിൽ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരാറ്റത്തിലേക്ക് പോയാലും ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരാറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഓർബിറ്റിൽ മാത്രമല്ല സഞ്ചരിക്കാൻ സാധിക്കുക. അതിന് N1 N2 N3 N4 എന്ന് പറഞ്ഞിട്ട് 3 or 4 പാതകളിൽ അതിനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പോകുമ്പോൾ അതിന് അതിൻ്റേതായ ഓർബിറ്റിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം വരും. ഇതേപോലെ ഭൂമി ഒരു പ്രത്യേക ഓർബിറ്റിൽ മാത്രമല്ല എക്കാലവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനും അടുത്ത ഓർബിറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 യുഗങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് തികച്ചും ശാസ്ത്രീയമാണ്. കാരണം മാക്രോ അല്ലെങ്കിൽ സ്ഥൂല രൂപത്തിൽ കാണുന്നതിൻ്റെ അതേ തത്വം സൂക്ഷ്മ രൂപത്തിലുമുണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിലെ മഹർഷിമാർ വളരെ പണ്ടേ അവർ മലകളുടെ മുകളിൽ ആണ് താമസിച്ചിരുന്നത്, കാടുകളിലാണ് വസിച്ചിരുന്നത്. അവിടെ അഗസ്ത്യമുനിയുടെ ആശ്രമമൊക്കെ ശരിക്കും പറഞ്ഞാൽ പരീക്ഷണശാലകളാണ്. ശ്രീരാമൻ 14 വർഷം വനത്തിലാണ് താമസിച്ചത്. ഈ വനത്തിൽ താമസിക്കുമ്പോൾ അവിടെ ആരും ഇല്ലാണ്ടല്ലായിരുന്നേ. അവിടെ ആദിവാസികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെ മഹർഷിമാർ താമസിച്ചിരുന്നു. അവരുടെ ആശ്രമങ്ങളിൽ നിരന്തരം സമ്പർക്കം പുലർത്തി ധാരാളം അറിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ 14 വർഷം അദ്ദേഹം മഹർഷിമാരിൽ നിന്ന് പലതരം വിദ്യകൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇതേപോലെ ഏതൊരു അതായത് പ്രപഞ്ചത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ മലമുകൾ എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പഴയ കാലം തുടങ്ങി മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മലമുകളിലും ഗുഹകളിലും കടലിൻ്റെ നടുക്കുമൊക്കെ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാലപ്പഴക്കം ശരിക്കും നിർണ്ണയിക്കുക തന്നെ ഇന്ന് അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈന്ദവ ചരിത്രത്തെ എഴുതി വയ്ക്കപ്പെട്ട രേഖകളുടെ പുറകെ പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഡേറ്റ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അത് അബദ്ധമായിട്ട് മാറിത്തീരും. അപ്പോൾ അത് കേൾക്കുന്നവർ തെറ്റായ ഒരു ധാരണയാണ് ഈ ഹിന്ദുയിസത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ശാസ്താവ് എന്ന് പറയുന്നത് സാത്താനുമല്ല ചാത്തനുമല്ല. ശാസ്താവ് എന്ന് പറയുന്നത് എന്താ പറയുക, ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അതായത് ശാസ്താവും ശാസ്ത്രവും, ശാസ്ത്രം നിയമമനുസരിച്ചുള്ളതാണ്, അതേപോലെ ശാസ്താവ് നിയമം അനുശാസിക്കുന്നവനാണ്, നിയമത്തെ പഠിപ്പിക്കുന്നവനാണ്, നിയമം അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നവനാണ്. അപ്പോൾ ഭഗവാൻ ശിവൻ കൈലാസത്തിലിരിക്കുന്നു, മഹാവിഷ്ണു പാൽക്കടൽ തീരത്ത് വസിക്കുന്നു, ശാസ്താവ് വസിക്കുന്നത് നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്ന അതിൻ്റെ നടുവിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശാസ്താവിന് ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ ജലം ഈ എന്താ പറയുക ഉരൽക്കുഴി തീർത്ഥം ആയിട്ട് ശബരിമലയിൽ പതിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഹിന്ദുക്കൾക്ക് വിശ്വാസങ്ങൾക്ക് പുറകിൽ ശാസ്ത്രത്തിൻ്റെ സപ്പോർട്ടുണ്ട്, അത് മനസ്സിലാക്കണം. നമ്മളുടെ നദികളെല്ലാം ഭൂമിയിൽ നിന്നല്ല മുളച്ചു വരുന്നത്, അത് ആകാശത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഉറവിടം. കാരണം മണ്ണിൽ നിന്ന് ആവിയായി പോകുന്ന ജലം അന്തരീക്ഷത്തിലുണ്ട്, എത്ര ജലം കടലിലുണ്ടോ അത്രയും ജലം അന്തരീക്ഷത്തിലുണ്ട്. ആ ജലത്തെ ഈ വലിയ വലിയ ഉയരത്തിലുള്ള മലകൾ കടയുന്നുണ്ട്. ആ കടഞ്ഞെടുക്കുമ്പോൾ ആ മലകളിൽ എന്തെല്ലാം ഔഷധ സസ്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം അതിൽ നിന്ന് വേപ്പറൈസ് ചെയ്യുന്ന ആവിയാകുന്ന ആ ഗന്ധങ്ങളെല്ലാം ഇതിനകത്ത് ലയിക്കുന്നുണ്ട്. അതുപോലെ ഉയരത്തിൽ ആകാശത്തിൽ പല ഗ്രഹങ്ങളുടെയും ശക്തി ഇതിനെ ആവാഹിക്കാനായിട്ട് സാധിക്കും. ആ ജലത്തിനകത്ത് എല്ലാ ശക്തികളും അലിഞ്ഞു ചേരുന്നതാണ്. ആ ജലം ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഉരക്കുഴി തീർത്ഥം എന്ന് പറയുന്നത്. ഉരലിൻ്റെ ആകൃതിയിലുള്ള ഒരു കല്ലിലേക്കാണ് അത് വന്ന് പതിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഉരലിൻ്റെ ആകൃതിയിലുള്ള ഒരു കുഴിയിൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലോഹങ്ങൾ ഉരുക്കി ഒഴിച്ചു എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അത് തീർത്ഥമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർത്ഥം എന്ന് പറയുന്നത് തീർത്ഥങ്കരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പുണ്യജലത്തിനെയാണ് നമ്മൾ തീർത്ഥം എന്ന് പറയുക. പുണ്യജലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്ന് കടഞ്ഞെടുത്ത ശക്തികളുള്ള ജലമാണ്. ആ ജലത്തിൻ്റെ ക്വാളിറ്റി അത് ഒഴുകി താഴേക്ക് വരുമ്പോഴത്തേക്കും അത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് അത് ശേഖരിക്കുക. ഇപ്പോൾ ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങുക എന്ന് പറയുന്നത് വലിയ പുണ്യകാര്യമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ശാസ്താവ് എന്ന് പറയുന്നത് ധർമ്മം ശാസിക്കുന്ന ആളാണ്. അതിന് മഹാബാഹുവായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന, ഈ ഭൂമിയുടെ മാത്രം ഈശ്വരനായിട്ടല്ല. ശാസ്താവിൻ്റെ ഈശ്വരീയ സങ്കല്പത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹം എല്ലാം BC എല്ലാം AD കൊണ്ടുവന്നിട്ടാണ് അധികം കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അതിന് BC 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളും ആരാധനയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രൊട്ടക്ടറായിട്ടാണ് കാണുന്നത്, അദ്ദേഹത്തെ ഗൈഡായിട്ടാണ് കാണുന്നത്, അദ്ദേഹത്തെ ധർമ്മം അനുശാസിക്കുന്ന ഈശ്വരീയ ശക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ശിവനോ അല്ലെങ്കിൽ വിഷ്ണുവിനോ ഉള്ളതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വാധീനം ഈ പ്രപഞ്ചത്തിൽ ശാസ്താവിനുണ്ട്. അദ്ദേഹത്തെ 2 ചൈതന്യങ്ങളുടെയും കൂടി ചേർന്ന അവതാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശാസ്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ശക്തി ചേർന്നാണ്. ശിവനെയും വിഷ്ണുവിനെയും മനുഷ്യരൂപത്തിൽ കാണുന്നവർക്ക് അത് അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പഞ്ചഭൂതങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന് മാറ്റം, സോളിഡായിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. 2 ജലം, 3 അഗ്നി, ആകാശം, വായു, ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന 2 ഫോമിലുള്ള അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പ്രാപഞ്ചിക ശക്തിയുടെ ആകെ തുകയായിട്ട് നമുക്ക് ശിവൻ സോളിഡ് മാറ്ററിൽ ശേഖരിക്കുന്ന ഊർജ്ജമായിട്ടും
വിഷ്ണുവിനെ ജലത്തിൽ ശേഖരിക്കുന്ന ഊർജ്ജമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു മനുഷ്യരൂപം കൊടുത്തിരിക്കുകയാണ്. ജലത്തിൽ ഭഗവാൻ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഊർജ്ജത്തെ ശേഖരിക്കാൻ സാധിക്കുന്നു അതിൻ്റെ ടോട്ടാലിറ്റി ആയിട്ട് നമുക്ക് വിഷ്ണുവിനെ കാണാം. അതേപോലെ തന്നെ ശിവനെയും കാണാൻ സാധിക്കും. അപ്പോൾ ശിവൻ അഗ്നിരൂപനാണ്. നൃത്തം ചെയ്യുമ്പോഴൊക്കെ ആ അഗ്നിരൂപത്തിലും അതുപോലെ ശിവൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി, ആ ശക്തിക്ക് 8 ഡയറക്ഷനിൽ നിന്ന് വരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ശക്തികൾ ചേരുമ്പോൾ ആ 8 തരം ശക്തിയായിട്ട് മാറും. അപ്പോൾ കാലഭൈരവന്മാർ 8 പേരാവും. ആ 8നും ദിക്ക് തിരിഞ്ഞ് കാലമാണ്. കാലം തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ശക്തികൾക്ക് വ്യത്യാസം വരുമെന്ന് നമുക്കറിയാം. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ശക്തികളുടെ, പ്രപഞ്ച ശക്തികളുടെ ആ പ്രവാഹം, സ്വാധീനം വ്യത്യസ്തമാണ്. അപ്പോൾ അന്നേരം 64 കാലഭൈരവന്മാരുണ്ട്. അദ്ദേഹം കാലഭൈരവനെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഹിന്ദുക്കൾക്ക് കാലഭൈരവൻ മനുഷ്യനല്ല, കാലമാണ്. നശിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാലമാണ് കാലഭൈരവൻ. അപ്പോൾ അത് നല്ലതിനെ നിലനിർത്തുന്ന ശക്തിയാണ്, തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന ശക്തിയുമാണ്. അപ്പോൾ അതിന് മനുഷ്യരൂപം കൊടുക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള രൂപഭാവങ്ങളോടുകൂടി അതിനെ ചിത്രീകരിക്കുന്നു എന്നതുകൊണ്ട് അത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ചരിത്രവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഒന്നല്ല. അത് നമ്മളുണ്ടായാലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്. അതേപോലെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ ശാസ്താവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള ഒരു അവതാരമായിട്ടാണ് പറയുന്നത്. മഹാവിഷ്ണുവിന് 10 അവതാരങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു അവതാരം ഇനി വരാനിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ശാസ്താവിൻ്റെ മനുഷ്യരൂപം എന്ന് പറയുന്നതാണ് അയ്യപ്പനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പനെക്കുറിച്ച് പറയാൻ ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിച്ചല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യരുടെ പുറകെ പോവാണ്. അവൈലബിളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വയം ഇൻ്റർപ്രിട്ടേഷനാണ്. അത് ഹൈന്ദവ ചരിത്രമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അതിനകത്ത് ഒരുപാട് അബദ്ധധാരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഓരോന്നായിട്ടെടുത്ത് ഞാൻ വിശദീകരിച്ച് പറയാം. എന്തായാലും ശാസ്താവെന്ന് പറയുന്നതിന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായ സങ്കല്പമല്ല ശാസ്താവ്. അത് ചാത്തനും അല്ലെങ്കിൽ പോത്തനും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. ചാത്തനാണ്, പിന്നെ അത് പോത്തനായി, ബുദ്ധനായി സങ്കല്പത്തിൽ നിന്നാണ് വന്നത്. ബുദ്ധനെ ധിക്കരിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ദൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ചാത്തൻ എന്നുള്ളത് പോത്തനാക്കി. അങ്ങനെയാണ് പോത്തൻകോട് അവിടെയൊക്കെ ഉണ്ടായതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അറിവാണ് ഹിന്ദുക്കളുടേത്. അതിന് ശാസ്ത്രത്തിന് അതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത്രയും തലത്തിലേക്ക് ശാസ്ത്രീയമായ അറിവ് എത്താൻ സാധിക്കാത്തവർക്ക് അത് അന്ധവിശ്വാസമായിട്ട് തോന്നും. കാരണം അവർക്ക് ആ അറിവ് ഉൾക്കൊള്ളണമെങ്കിൽ ഇനിയും കുറേ കാലം കഴിയണം. അപ്പോൾ ഇതെല്ലാം മഹർഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. മഹർഷിമാരെന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ ആളുകളല്ല. അവരുടെ ശരീരം എടുത്തിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിരന്തരം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം അത് ജനങ്ങളിലേക്ക് ആ അറിവ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തോന്നുന്നത് അപ്പം വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഒരറിവ് പോലും തെറ്റായി മനുഷ്യനിലേക്ക് എത്തിച്ചേരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ് പഴയകാലത്തെ മുനിമാർ. ഈ ശബരിമലയിൽ തപസ്സിരുന്നിട്ടുള്ള മുനിമാരെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ആ ഭാഗത്ത് വരുമ്പം അദ്ദേഹം സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈശ്വരീയമായിട്ടുള്ള ഹിന്ദുക്കളുടെ സങ്കല്പങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ 18 മലകൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പാലാഴിക്ക് സമാനമാണ്. പാലാഴിയിൽ നമ്മൾ ഇന്നിപ്പോൾ മിൽക്കി വേയുടെ പടച്ചിത്രം നമുക്ക് നോക്കാൻ കിട്ടും. അതേപോലെയുള്ള വായുവിൻ്റെ എനർജിയുടെ സഞ്ചാരമുള്ള ഒരു പ്രദേശമായിട്ടാണ് ശബരിമല അറിയപ്പെടുന്നത്. 18 മലകൾക്കും അതിൻ്റേതായ പുണ്യമുണ്ട്. അവിടെയെല്ലാം ഈശ്വരീയ സങ്കല്പങ്ങളുണ്ട്. അവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ 18 ആയുധങ്ങളും 18 തരം ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ്. ഇങ്ങനെയുള്ള പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സയൻസിൻ്റെ പിൻബലം കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്ന പല സത്യങ്ങളുമുണ്ട് ഈ അയ്യപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട്. അതാണ് ആ ശക്തി അവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. ഒരു കാന്തിക മേഖലയിൽ പോയാൽ നമുക്ക് ആ കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുപോലെ ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം പാലാഴിയിൽ ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ തീർത്ഥം വന്ന് പതിക്കുന്ന ഭൂമിയിലെ പുണ്യസ്ഥലമായിട്ടാണ്.
അപ്പോൾ ആ പുണ്യസ്ഥലം എന്നുള്ള പ്രത്യേകത കൊണ്ട് ഇത് ആര് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളോ അല്ല. നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ഹൈന്ദവ മതചരിത്രത്തിൽ ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നമ്മളുടെ ഋഷി മുനിമാരാണ്. ആ പരമ്പരയോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദ്ദേഹം ഈ ഭൂമിയിലെ മറ്റ് ചരിത്രങ്ങൾ, മനുഷ്യൻ്റെ ചരിത്രങ്ങൾ അന്വേഷിക്കുന്നത് പോലെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതല്ല ആത്മീയമായിട്ടുള്ള സനാതന സംസ്കാരം എന്ന് പറയുന്നത്. അത് ആത്മീയത, അതായത് ഈ ശരീരത്തിന് വേണ്ടുന്ന ഒരു സയൻസ് അല്ലാതെ ശരീരത്തിനപ്പുറം, ഈ ശരീരത്തെ ഞാൻ കൊണ്ടു നടക്കുന്ന ആത്മാവിൻ്റെ കൂടെ അല്ലെങ്കിൽ വീടാണ്. എൻ്റെ അകത്തിരിക്കുന്നതാണ് ആത്മാവ്. ആ ആത്മാവ് എന്ന് പറയുന്നത് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് സയൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുന്നതല്ല, അതിന് ആസ്ട്രൽ ബോഡിയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മുനിമാരെല്ലാം അവരുടെ ശരീരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആ ശരീരത്തിനകത്ത് വളരെ കാലം ഇരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ സിദ്ധികൾ ഇന്ന് നമുക്കില്ലാത്തത് നമ്മൾ ആ രീതിയിലുള്ള അറിവിനെ ഉൾക്കൊണ്ട് അതിന് ശരീരത്തെ പാകപ്പെടുത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അവരൊക്കെ നൂറ്റാണ്ടുകൾ ജീവിച്ച് അത്രയും കാലം ഇരുന്നാൽ മാത്രമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന പല അറിവുകളും അവർക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ആളുകൾ കണ്ടെത്തി വെച്ചിട്ടുള്ള സത്യങ്ങളെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊരപേക്ഷ എനിക്ക് അദ്ദേഹത്തോടുണ്ട്. നന്ദി, നമസ്കാരം.